പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഏപ്രിൽ 18 ഗുഡ് ഫ്രൈഡേ ദൈവത്തിൻ്റെ വചനമായി നിങ്ങൾ സല്ലായിരിക്കാൻ ദൈവം സഹായ സകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തുന്ന ഓരോ വിധങ്ങൾക്കായി നന്ദി പറയുകയാണ്. ലോകം ഇന്ന് ഈസ്റ്റർ ഇന്ന് ദുഃഖവെള്ളി കൊണ്ടാടുമ്പോൾ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് കൊണ്ടാടുമ്പോൾ, നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിതനായ യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ദൈവം നടത്തുന്ന വിധങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചില്ലായിരുന്നു എങ്കിൽ നാം ഇന്നും ആ ശാപത്തിലാകുമായിരുന്നു. നമുക്ക് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ആ പരമവിളിക്ക് യോഗ്യരാക്കി ദൈവം നമ്മൾ തീർത്ത വിലയ്ക്കായി നന്ദി പറയുന്നു. ഇത് വർക്കിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടക്കുക എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ദൈവവിളി, ഇന്ന് പകൽക്കാലം ദൈവവിളിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1:26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായക്കാരും ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുഞ്ഞന്മാരും ഏറെയില്ല. ജ്ഞാനികളും ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴക്കാലം നമ്മളെ കണ്ണുകളെ അടക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ ക്രൈസ്തവർ ഇന്ന് കർത്താവെ അങ്ങയുടെ മരണത്തെ കൊണ്ടാടുമ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ക്രൂശിതനായി ഞങ്ങളെ വീണ്ടെടുത്ത പാപത്തിൽ നിന്നും കർത്താവെ സാത്താന്റെ അതിഥിയിൽ ഞങ്ങളെ വിടുവിച്ച ആ മകൾ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ പകൽക്കാലം കർത്താവെ നിൻ്റെ വചനവുമായി ഞങ്ങൾ മുമ്പിൽ വരുന്നു. കർത്താവെ, നിൻ്റെ വിളി, കർത്താവെ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ കർത്താവ് ഉത്തമ ബോധം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ വചനത്തിൽ കൂടെ ഞങ്ങളെ കർത്താവോട് ഇടപെടുമാറാകണമേ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കായി, എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ ആമേൻ. പൗലോസിൻ്റെ 14 ലേഖനങ്ങളിലെ ഒരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യ ലേഖനം 1:26 മുതൽ 27 വരെയുള്ള വാക്യമാണ് നമ്മൾ ചിന്തയ്ക്കായി വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവഹിതപ്രകാരമുള്ള വിളി എങ്ങനെയുള്ളത് എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. സ്തോത്രം. ദൈവഹിതപ്രകാരമുള്ള വിളി. 1 കൊരിന്ത്യർ 2:29. നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായക്കാരും ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഈ ലോകത്തിൽ അനേകം ഡോക്ടർമാരും മെഡിസിന്മാരും പഠിക്കുമ്പോഴൊക്കെ വിദ്യാഭ്യാസം കൂടെ ഉള്ളവർ ലജ്ജിതരായി മിണ്ടാതിരിക്കുമ്പോൾ, ഒന്നിനും കൊള്ളാത്തവരായ വിദ്യാഭ്യാസമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ദാവീദിൻ്റെ ചിന്തിച്ചാൽ ദാവീദിൻ്റെ സഹോദരന്മാരെല്ലാം യുദ്ധവീരന്മാരും പഠിപ്പുള്ളവരും യുദ്ധം അഭ്യസിപ്പിച്ചവരുമായിരുന്നു. എന്നാൽ ആടിനെ തേടിയ കാട്ടിൽ കിടന്നായ ദാവീദിന് പറയുവാൻ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ 1 ശമൂവേൽ അവനെക്കുറിച്ച് പറയുന്നത് അവൻ കോമളനും യുദ്ധാഭ്യാസിയുമായിരുന്നു. ആ യുദ്ധാഭ്യാസം അവൻ എവിടെ നിന്നാണ് ലഭിച്ചത്? അത് ദൈവം നൽകിയ യുദ്ധാഭ്യാസമാണ്. സ്തോത്രം. ഒരിക്കൽ തൻ്റെ ആടിനെ കവർച്ച ചെയ്യുവാൻ വന്നതായ സിംഹത്തെയും ഒരു കരടിയെയും അവൻ വലിച്ചു കീറി കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ, പിതാവ് അവനെ മറന്നു കളഞ്ഞപ്പോൾ കാട്ടിക്കിടന്നായ ദാവീദിനെ കർത്താവ് വിളിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, പലർക്കും കോളിങ് പലതാണ്. സ്തോത്രം. ചിലരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം വിളിക്കുക, ചിലരെ പല രോഗാവസ്ഥയിൽ നിന്നോ പല രീതിയിലാണ് ദൈവം വിളിക്കാറുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വിളി എങ്ങനെയുള്ളത് എന്ന് നാം ഈ നാളുകളിൽ പരിശോധിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത് പറയുന്നത് വിളി എങ്ങനെ. ഒന്നാമത്തെ വിളിയെക്കുറിച്ച് നമ്മുടെ കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായം 26 മുതൽ 29 വരെ വായിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള വിളി. അവിടെ കാണുന്നുണ്ട്, ശ്രേഷ്ഠന്മാർ നിൽക്കുമ്പോൾ, വിദ്യാഭ്യാസമുള്ളവർ ഇരിക്കുമ്പോൾ അവരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ശ്രേഷ്ഠമായതിനെ ഭോഷത്വമായതിനെ, ഈ ലോകത്തിൽ ഏറ്റവും ഭോഷമായതിനെ കർത്താവ് തിരഞ്ഞെടുത്താലും കാണുവാനുള്ളത്. രണ്ടാമത് കാണാനുള്ള കൃപയാലുള്ള വിളിയാണ്. ഗലാത്യർ 1:6 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും.
ഹല്ലേലൂയ. റെഫറൻസുകൾ മുഴുവൻ വായിക്കുവാൻ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് റെഫറൻസ് മാത്രം പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതുള്ള കൃപയാലുള്ള വിളിയാണ്. ഗലാത്യർ 6:15 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നാം അതിനൊന്നും യോഗ്യരല്ല. നമുക്ക് ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൽ പാവവും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പോഷകമായതൊക്കെ നിൽക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപയാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് അവരുടെ ഗ്രേസ് കർത്താവിൻ്റെ കൃപയാൽ ഉള്ള വിളി നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. മൂന്നാമത് വിളിക്കുന്നത് പരമവിളി, ഹൈ കോളിംഗ് ആണ്. ഫിലിപ്പിയ ലേഖനം 3:14 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. നാലാമത് സ്വർഗീയ വിളി, എബ്രായർ 3:1. 2 തീമോഥെയോസ് 1-9 വരെയുള്ളതിന് അത് 5-ാം വിശുദ്ധ വിളിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. റോമലേഖനം 8-29 നമുക്ക് മുൻ നിയമം പ്രകാരമുള്ള വിളി കാണുവാൻ കഴിയുന്നുണ്ട്. റോമലേഖനം 9:11 വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തമുള്ള വിളി. സ്തോത്രം. പ്രിയ മക്കളെ, വിളി പലതുണ്ടെങ്കിലും നമ്മളിന്മേലുള്ള വിളി ഏതാണെന്ന് ഈ ദിവസങ്ങൾ നാം തിരിച്ചറിയണം. സ്തോത്രം. ഹൈ കോളിംഗ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പരമവിളി എന്ന് പറയുന്നത് ഹല്ലേലൂയ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുക്കുക, ചിലതിനെ ഫോക്കസ് വെച്ചിട്ട് ചില നിർണമായ ഘട്ടത്തിൽ കർത്താവ് ഫോക്കസ് ചെയ്ത് വിളിക്കുന്ന വിളിയുണ്ട്. അതാണ് ഹൈ കോളിംഗ്. സ്തോത്രം. ഈ നാളുകളിൽ ദൈവം നമ്മളെ വിളി ഏതെന്ന് മനസ്സിലാക്കി അതും പ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നാളെ പകൽക്കാലം വിളി എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സ്വതം നമ്മളെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെ മേലുള്ള വിളി ഏതാണ് ദൈവികത പ്രകാരമുള്ള വിളിയാണോ, കൃപയാലുള്ള വിളിയാണോ, പരമ വിളിയാണോ, സ്വർഗീയ വിളിയാണോ, വിശുദ്ധ വിളിയാണോ, മുൻ നിയമപ്രകാരമുള്ള വിളിയാണോ, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തമുള്ള വിളിയാണോ നാം ഫോളോ അപ്പ് ചെയ്യുന്നത് എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം. അതിനായി നമ്മളെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കർത്താവെ തിരഞ്ഞെടുപ്പും അങ്ങയുടെ വിളിയും മനസ്സിലാക്കി ഈ നാളുകളിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവിക പ്രകാരമുള്ള വിളി മനസ്സിലാക്കി, ആ കൃപയാലുള്ള വിളി മനസ്സിലാക്കി, പരമവിളി കർത്താവെ നിൻ്റെ കർത്താവെ ആ സുവിശേഷത്തിൻ്റെ പൂർണ്ണത നിവർത്തീകരിപ്പാൻ, ആ കർത്താവെ നിത്യതയിലേക്കുള്ള ആ വിളി അനേകരെ നിത്യതയിലേക്ക് എത്തിക്കുവാനുള്ള ആ കോളിംഗ് ഞങ്ങൾ മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ വിളിക്ക് യോഗ്യരാക്കി ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിളിക്ക് യോഗ്യരാക്കി തീർക്കണമേ. ഈ നാളുകൾ വിശുദ്ധിയോടെ ഞങ്ങളുടെ ശരീരത്താവേ വസ്ത്രത്തെ ഞാൻ ജീവനെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തമുള്ള കർത്താവെ കോളിംഗ് മനസ്സിലാക്കി ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവ് കൃപയാലുള്ള വിളി മനസ്സിലാക്കി ഞങ്ങളുടെ വിളി ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം കർത്താവ് നമ്മൾ മേൽ ഏത് പ്രകാരമാണ് വിളിച്ചിരിക്കുന്നുള്ള ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.